നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഏത്തപ്പഴം അട. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. അതിനായി 2 ഏത്തപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്തു പോയാലും അതുപോലെ തന്നെ തൊലി കറുത്ത് പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് സ്റ്റീമറിലേക്ക് വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കണം. ഒത്തിരി അങ്ങ് പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒരാവി വന്നാൽ മതി. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനിയും ഇതിലേക്കുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1 കപ്പ് അളവിൽ ശർക്കര ഒന്ന് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഒരുപാടങ്ങ് കട്ടിയായി പോവാതെ അല്പം ലൂസായിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ഉടച്ചെടുത്ത് അരയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇനി ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യൊന്ന് ചൂടായി വന്ന് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് കൂടുതൽ സമയം മിക്സാക്കി കൊടുക്കണ്ട, 2-3 മിനിറ്റ് മാത്രം മതി. ഈ നെയ്യൊക്കെ ആയിട്ട് ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പം ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുമ്പം നിങ്ങൾക്കറിയാൻ പറ്റും എത്ര വേണമെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു ഏത്തപ്പഴത്തിന് നല്ലൊരു മധുരം വരും. മധുരം ഒരുപാട് വേണ്ട എങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു ശർക്കരയും ഏത്തപ്പഴവും നന്നായിട്ടൊന്ന് യോജിച്ച് വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഒക്കെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് എടുക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി, വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നെയ്യുടെയൊക്കെ ടേസ്റ്റ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക, ചെറിയ ജീരകം, ചുക്ക് എല്ലാം കൂടെ പൊടിച്ച് എടുത്തതാണ്. അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിത് ഇലയിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. ചെറിയ ബോൾസാക്കി ഇലയിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സാധാരണ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലും അല്ലെങ്കിൽ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഇഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് ആവി കയറ്റിയെടുക്കാം. ഓൾറെഡി ഇതെല്ലാം വെന്തതായതുകൊണ്ട് ഒരു ആവി മാത്രം വന്നാൽ മതി. ഇതിപ്പം ഒരാവി വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഏത്തപ്പഴം ഇലയട വെന്ത് കിട്ടിയിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഏത്തപ്പഴം ഇലയടയുടെ റെസിപ്പിയാണ്. നമ്മുടെ ചാനലിൽ ഇലയുടെ റെസിപ്പി ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റാഗി വെച്ചിട്ടും അതുപോലെ തന്നെ റവ വെച്ചിട്ടും. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടോടെ ചെയ്യാൻ മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.